ഒക്കെ പിന്നെ ഇവരൊക്കെ ഇതിനെ ഇവരെ കുടുംബാംഗങ്ങളൊക്കെ ഇതിനെ ഏതിനും നേരിടാനുള്ള ചങ്കുറപ്പോടുകൂടി ഇതൊരു തയ്യാറെടുപ്പോടുകൂടിയാണ് നിൽക്കുന്നതെന്നാണ് ഇവരുടെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് ഈ ഭൂമിയിൽ നിന്ന് 11 ലക്ഷം കിലോമീറ്റർ അപ്പുറം സഞ്ചരിച്ച്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്ന് 3.5 ലക്ഷം കിലോമീറ്ററേ ഉള്ളൂ ചന്ദ്രനിലേക്ക് ചെല്ലുക. പക്ഷെ അതിന് ഇവർ യാത്ര ചെയ്ത ദൂരം എന്ന് പറയുന്നത് 11 ലക്ഷം കിലോമീറ്റർ. ഏകാന്തമായ യാത്രയാണെന്ന്. പിന്നെ ബഹിരാകാശത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഭൂമിയുടെ ആകർഷണം ഇല്ലാത്തൊരവസ്ഥ, പിന്നെ അതിനുശേഷം ഇരുട്ടിലൂടെയുള്ള ഒരു യാത്ര, ഏകാന്തമായ യാത്ര, പല പല പ്രശ്നങ്ങൾ അവിടെ നേരിടും. പിന്നെ കമ്മ്യൂണിക്കേഷൻ ബന്ധം, പിന്നെ ആകെയും പോകുകയും ഇവർക്കുള്ള ബന്ധം എന്ന് പറയുന്നത് നാസയുമായുള്ള ബന്ധമാണ്. ഈ കുറി അവർ പത്രലേഖകരോട് സംസാരിച്ചു, കുടുംബാംഗങ്ങളോട് സംസാരിച്ചു, മറിച്ച് നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ 4 സഞ്ചാരികളുമായി അവർ സംസാരിച്ചു. അത് ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നീട് ഈ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ അത്യന്തം അപകടം പിടിച്ച മേഖലയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഏത് നിമിഷവും ഒരു പിന്നെ സാങ്കേതിക തകരാറ് മൂലം പിന്നെ പേടകത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, പേടകം വഴിതെറ്റാം, അല്ലെങ്കിൽ ചന്ദ്രൻ വളരെ വേഗം ഇതിനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ആകർഷണ വലയത്തിൽപ്പെട്ട് ചന്ദ്രനിൽ തന്നെ പതിച്ചേക്കാം, അല്ലെങ്കിൽ ദൂരേക്ക് പോകാം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ടതായിട്ട് ഇവർക്കുണ്ട്. ഈ പ്രശ്നങ്ങളെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അതിനപ്പോൾ തന്നെ ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പിന്നെ മാനസിക തയ്യാറെടുപ്പോടു കൂടിയാണ് ഇവർ പോകുന്നത്. ഇപ്പം തന്നെ പിന്നെ ഇവരുടെ ടോയ്ലറ്റ് പ്രധാനമായിട്ടും ഒരു പരീക്ഷണാർത്ഥമാണ് ഇവരുടെ ടോയ്ലറ്റ് നാസ തയ്യാറാക്കി കൊടുത്തത്. പക്ഷെ ടോയ്ലറ്റ് പ്രതിസന്ധിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അതിനെന്തായിരുന്നു പരിഹാരം എന്നുള്ളത് നാസയുമായി ചർച്ച ചെയ്ത് അവർ അത് പരിഹരിച്ചു. ഈ 10 ദിവസവും 9 ദിവസവും ടോയ്ലറ്റിന്റെ ഉപയോഗിക്കാതിരിക്കുന്നുള്ള പ്രശ്നം അറിയാമല്ലോ. അപ്പൊ അത് പരിഹരിക്കാൻ അവർ പ്രത്യേകം ട്രബിൾ ഷൂട്ട് ചെയ്തു അതിന് തന്നെ. പിന്നെ ഭക്ഷണത്തിന്റെ പ്രശ്നം, പിന്നെ ശരീരത്തിന്റെ മർദ്ദവ്യത്യാസം ഉണ്ടാവാം, പ്രഷർ കൂടാം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇവർ പോകുന്നത്. തിരിച്ചു വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഇന്നലെ രാത്രിയിൽ വളരെ രസകരമായ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി നാസ എല്ലാ ദിവസവും ഒരു ഉണർത്തുപാട്ടിടും. ഇന്നലെ രാത്രിയിൽ അവര് ഇട്ട പാട്ടെന്ന് പറയുന്നത് റൺ ടു ദ വാട്ടർ, വെള്ളത്തിലേക്ക് ഓടുക എന്നുള്ള ഒരു പാട്ടാണ് അവർ ഇട്ടുകൊടുത്തത്. അത് കേട്ടിട്ടാണ് അവർ ഉണർന്നത്. അതിനുശേഷമാണ് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയത്. രാത്രി തന്നെ അവര് പിന്നെ സ്പേസ് സ്യൂട്ടുകൾ അണിയുകയും പുലർച്ചെയോടെ ഭൂമിയിലേക്കുള്ള യാത്ര തിരിച്ചുവിടുന്നതിനുള്ള പിന്നെ ജ്വലനം, അതായത് അതിലെ തന്നെ പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് വഴിതിരിച്ച് ഭൂമിയിലേക്ക് വിടുകയാണ്. അപ്പോൾ ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അപ്പോൾ അവരെല്ലാം ആ സംസാരം ഭൂമിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്.